ഹായ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, തമ്പനയിൽ കണ്ട് വന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ എന്തോരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നല്ല രീതിക്കാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള രീതിക്കാണെങ്കിലും വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിയാക്ഷൻ വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിടുമ്പോൾ നമ്മൾ നമ്മുടെ വ്യൂസ് മാത്രമാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വ്യൂസ്, വാച്ച് അവർ, അതിൽ നമുക്ക് കിട്ടുന്ന ഇൻകം അതൊക്കെ നോക്കിയിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് മറ്റൊരാളുടെ ലൈഫിനെ ഇമോഷണലി എത്രമാത്രം ഹരാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി എത്രമാത്രം അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ അമൃത സുരേഷിൻ്റെ ഒരു ഇതാണ് തമ്പനയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ കാലമായിട്ട് അവരുടെ ഒരു വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പല ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോൾ പോലും ഈ അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അവസാനം ഭയങ്കര ഇമോഷണലി ആൾ കരയാറുണ്ട്. കാരണം മാധ്യമങ്ങളിലൂടെ അവരെ പലതരത്തിലും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും അവർക്കെതിരെ പറയുമ്പോൾ അതിൻ്റെ താഴെ പോയി കമൻ്റ് ഇടുന്നവർ, ആ പറഞ്ഞ വീഡിയോസിൻ്റെ ബൈറ്റുകൾ വെച്ചിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും ആ വ്യക്തിനെ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആ വ്യക്തിനെ കണ്ട് ചോദിച്ചിട്ടോ അല്ല വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡയറക്റ്റ് ഉണ്ടായിട്ടുള്ള അനുഭവം, സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതെന്താണെന്ന് പിന്നീട് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൽ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റായിട്ട് നമ്മളോട് ചോദിച്ചിട്ട് എന്താണ് നടന്നതെന്ന് അറിഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് ആ വ്യക്തിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങളായിരിക്കും. നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയത് കൊണ്ടുവന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ എൻ്റയർ ലൈഫിനെയാണ് ബാധിക്കുന്നത്. ആ വ്യക്തിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലെ എൻ്റെ പാരൻസിനോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്കോ എൻ്റെ സഹോദരനോ അങ്ങനെ ആർക്കെങ്കിലും, എൻ്റെ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു തെറ്റായ പ്രചാരണം നടക്കുന്നത്. നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് വീഡിയോസ് ഭയങ്കര പെട്ടെന്ന് വൈറലാവും. പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്യും, ആ ഗ്രൂപ്പുകളിൽ നിന്ന് അടുത്ത ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്യും, ഭയങ്കര ഫാസ്റ്റായിട്ട്. രാവിലെ നടന്ന സംഭവം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ഓൾ വേൾഡിൽ, ഇപ്പോൾ ഞാനിരിക്കുന്നത് UK-യിലാണ്, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം അവിടെ നടന്ന് സെക്കൻഡ്സിനുള്ളിൽ അല്ലെങ്കിൽ ലൈവായിട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയ അത്രയും ഫാസ്റ്റാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് എയർ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ മാനസികമായിട്ട് തകർക്കാനും വളർത്താനും കഴിവുള്ളവയാണെന്ന് എല്ലാവരും ഒന്ന് മറക്കാതിരുന്നാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാൾ മുമ്പ് നമ്മുടെ അമൃത സുരേഷിൻ്റെ മകൾ പാപ്പു ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തു ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ കുട്ടീനെ അതിൻ്റെ കമൻറ്റുകൾ വായിച്ച് നമുക്ക് വിഷമം തോന്നും. കാരണം ഒരു കുട്ടീനെ പറയാവുന്നതിൻ്റെ മാക്സിമം ആ കുട്ടീനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ കുട്ടിക്ക് 12 വയസ്സായിട്ടുണ്ട്. ആ കുട്ടി അനുഭവിച്ച കാര്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ആ കുട്ടിക്ക് ആയിട്ടുണ്ട്. അതൊരു 3 വയസ്സായ കുട്ടിയോ 2.5 വയസ്സായ കുട്ടിയോ അല്ലെങ്കിൽ വർത്തമാനം പറയാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിലുള്ള കുട്ടിയോ അല്ല. 12 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് താൻ അനുഭവിക്കുന്നത് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണോ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു പ്രായമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളുടെ 12 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് അതിൻ്റെ ഫാദറിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ? അത് ആരോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇന്ന് 12 വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് മീഡിയ എന്നേക്കാൾ കൂടുതൽ കൈകാര്യം ചെയ്യാൻ അറിയുമെന്ന് പറയാൻ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവർ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ജനനം മുതൽ അവരുള്ളത്. അവരപ്പോൾ അത്ര കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഗ്രാസ്പ് ചെയ്യാനും അവർക്ക് പറ്റും. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലാതെ 12 വയസ്സായ ഒരു കുട്ടിക്ക് എന്തറിയാം, കുട്ടിയുടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടാണ് കുട്ടി അങ്ങനെ പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ ഇട്ടു. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ യഥാർത്ഥ ഇരയായിട്ടുള്ള അമൃത സുരേഷ് വന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് ആ അമൃത അത് തുറന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ. ഒരിക്കൽ ആ കുട്ടി വന്നിട്ട് വക്കീലിനെ കൊണ്ട് വന്ന് അവരുടെ ഡിവോഴ്സ് പെറ്റീഷനൊക്കെ
പബ്ലിക്കായിട്ട് അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് കുട്ടീനെ കാണിക്കുന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഈ പാപ്പുവിൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ കുട്ടി വീഡിയോയിലല്ല, അത് അവരുടെ വക്കീൽ വന്ന് അവരുടെ ഡിവോഴ്സ് കണ്ടീഷൻ എന്താണെന്നുള്ളത് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ കൂടി പലരും അവരെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ചെയ്തോട്ടെ, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ അവരുടെ ഭാഗം എന്താണെന്ന് നമുക്കറിയില്ല. അതറിയാതെ അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവസാനം ഈ പാപ്പു എന്ന കുട്ടി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടീനെ സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഈ അമൃത വന്നിട്ട് അവരുടെ ഒരു അവസ്ഥ, അവളെന്താണ് അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്ന് തുറന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരിക്കലും ഒരാളും തൻ്റെ ലൈഫ് വന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരൊരു സോഷ്യൽ മീഡിയ ഫിഗർ ആയതുകൊണ്ട് അവർക്ക് സോഷ്യലി പറയേണ്ടി വരികയാണ്. പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ വിളമ്പുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ സോഷ്യലായിട്ട് അവരെ ഹരാസ് ചെയ്യുമ്പോൾ, സോഷ്യലായിട്ട് അവരെ എടുത്തിട്ട് പെരുമാറുമ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിനെക്കുറിച്ച് പറയാതെ പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് പലരും സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ആരും തങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫാമിലി ലൈഫോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളോ വന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വഴക്കാണ്, ഇങ്ങനെ പ്രശ്നമാണ് എന്ന് ഇടാൻ താല്പര്യപ്പെടുന്നവരല്ല. നമ്മളെങ്ങനെ നോക്കിയാലും അങ്ങനെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വന്ന് പറയേണ്ട ഒരു സാഹചര്യം വരുന്നു? ഗതികെടുമ്പോഴാണ് അത് ഗതികെട്ടാ പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ ഗതികെടുമ്പോഴാണ് വന്നത് പറയുന്നത്. അപ്പോൾ ആ കുട്ടി വളരെ വിഷമിച്ച് വന്നൊരു വീഡിയോ ചെയ്തു. അമൃത സുരേഷ് വിഷമിച്ച് വന്ന് ഒരു വീഡിയോ ചെയ്തു. അതുവരെ ആ കുട്ടി പറയാതിരുന്ന പല കാര്യങ്ങളും അതിനകത്ത് തുറന്നു പറഞ്ഞു. ജനം അവർക്ക് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടും, അവരുദ്ദേശിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു ജോലി നൽകിയിട്ടുള്ള സപ്പോർട്ടോ ഒന്നുമല്ല, മെൻ്റൽ സപ്പോർട്ടാണ് അവർ ആഗ്രഹിച്ചത്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ പല വീഡിയോകളും അവരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള പല വീഡിയോകളും, ഇമോഷണലി അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോരുന്ന പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ആ വീഡിയോസ് മാത്രമല്ല, ആ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ, ഈവൻ ജസ്റ്റ് അവർ ചിരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ ഒരു നല്ല ഫുഡ് ടേസ്റ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിലും കമൻറ്റ് നെഗറ്റീവായിരിക്കും. ആ ഫുഡിനെ എല്ലാ ആൾക്കാരും, ആ കുട്ടിയുടെ പ്രൈവറ്റ് ലൈഫിനോ ആ കുട്ടിയുടെ ഫാമിലി ലൈഫിനോ എന്തോ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടാനാണ് ആൾക്കാർക്ക് താല്പര്യം. അങ്ങനെ വീഡിയോ അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ വായിക്കുന്ന അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ്. അപ്പോൾ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഈ അമൃത സുരേഷ് ചോദിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? അതാണ് പരിഭവം. അപ്പോൾ എല്ലാവരും സീക്ക് ചെയ്യുന്നത് മെൻ്റൽ സപ്പോർട്ടാണ്. ഈ സോഷ്യൽ മീഡിയയിൽ 90% ആളുകളും മെൻ്റൽ സപ്പോർട്ടാണ് സീക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളിടുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ്, നമ്മൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ഒരു വ്യക്തിയെ എത്രമാത്രം അവരുടെ മാനസിക നിലയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ വീഡിയോസ് ചെയ്യുന്നവർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാനിങ്ങനെ വളരെ ഭംഗിയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്, എനിക്ക് റീച്ച് കിട്ടുന്നുണ്ട്, എൻ്റെ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ നന്നായിട്ട് പോകുന്നുണ്ട്, എനിക്കതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ള ഒരാളുടെ കണ്ണീരിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്തതാവരുത്, മറ്റൊരാളുടെ ലൈഫിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്തതാവരുത്. അതൊന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതിപ്പോൾ എത്ര പേർ എൻ്റെ വീഡിയോസ് കാണുന്നോ അല്ലെങ്കിൽ എത്ര പേരിലേക്ക് ഇത് എത്തുന്നോ, എത്ര പേര് ഇതിനെക്കുറിച്ചൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ ശ്രമിക്കുന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ വന്ന ഒരു കാര്യം പബ്ലിക്കായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം ആ കുട്ടി, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ വീഡിയോയ്ക്ക് ശേഷം കുറേ പേര് മനസ്സിലാക്കി സത്യങ്ങൾ എന്താണെന്നുള്ളത്. കുറേ പേര് അത് മനസ്സിലാക്കി, കുറേ പേര് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ അവർ വീണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങിയ പോലെയായി. ഇപ്പോഴത്തെ അവരുടെ വീഡിയോസ് കാണുമ്പോൾ അവർ കുറച്ചും കൂടി ഹാപ്പിയായി. കാരണം അപ്പം ഒന്ന് ആലോചിക്കണം, സോഷ്യൽ മീഡിയ കൊടുത്ത ഒരു സപ്പോർട്ടാണത്. ആ വ്യക്തി അപ്പം ജീവിച്ചിരുന്ന ആൾ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ സെറ്റപ്പും അപ്പോൾ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സെറ്റപ്പും ഒക്കെ തന്നെയാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി, അവരുടെ മെൻ്റൽ ഹാപ്പിനെസ് വന്നു, അവർ കുറച്ചും കൂടി ആക്റ്റീവായി, അവരുടെ ലൈഫിൽ അവർ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതെവിടെന്നാ? സോഷ്യൽ മീഡിയയിൽ നിന്ന് ജനങ്ങൾ കൊടുത്ത സപ്പോർട്ടാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതി വെക്കുന്ന ഒരു കമൻറ്റ്, നമ്മൾ 200-300 രൂപ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു നെറ്റ് റീചാർജ് ചെയ്ത് നമ്മളിടുന്ന ഒരു കമൻറ്റ്, ഒരു വീഡിയോയുടെ താഴെ പോയി നമ്മളിടുന്ന ഒരു കമൻറ്റ്, അതൊരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് എൻ്റെ ലൈഫിൽ അത്
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുഭവമാണ്. സോഷ്യൽ മീഡിയ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കിയത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പോയി ഒരു കമൻ്റ് ഇടുമ്പോൾ ആ കമൻറ്റ് മറ്റൊരാളുടെ ലൈഫിനെ ബാധിക്കുമോ ഇല്ലയോ, എൻ്റെ സിസ്റ്ററോ എൻ്റെ അമ്മയോ എൻ്റെ അനിയനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ ഭാര്യയോ അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനൊരു കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെ എടുക്കും? ഇല്ല വേണ്ട, എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് കിട്ടിയാൽ ഞാൻ എങ്ങനെ എടുക്കും എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് ആ കമൻറ്റ് എഴുതിയിടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ആരെയും, നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, 1000 കുടത്തിൻ്റെ വാ കെട്ടാം, പക്ഷെ ഒരു മനുഷ്യൻ്റെ വാ കെട്ടാൻ പറ്റില്ല എന്ന്. അപ്പോൾ അത് വളരെ സത്യമാണ്, പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ളത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ നെഗറ്റീവ് ന്യൂസുകൾ ഭയങ്കര സ്പീഡിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. അതിനൊരു പ്രത്യേക ടെൻഡൻസിയാണ്. അത് നമ്മൾ കേരളത്തിൽ നടന്ന ഒരു കാര്യം നമ്മുടെ മലയാളി ഓൾ വേൾഡിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ എത്തും എന്നുള്ളതാണ്. വിത്തിൻ സെക്കൻഡ്സിൽ അതെല്ലാം എത്തും. കാരണം നമുക്കിപ്പോൾ മീഡിയ ഇത്രയും സ്പീഡായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണീരിൻ്റെ ഒന്നും വില നമ്മൾ പറയാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അവരുടെ കണ്ണീരിന് നമ്മൾ ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മളല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ അതിന് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്തതാവരുത്, മറ്റുള്ളവരുടെ കണ്ണീരിൻ്റെ വിലയാവരുത്. അതെനിക്കൊന്ന് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് അവരുടെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ജനം അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ജനം അവരെ സ്നേഹിക്കുന്നു. അവരുടെ ഇന്നസെൻസ് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ജനം തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അവരത്രയും ഹാപ്പി ആയത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കമൻറ്റുകൾക്ക് ഒരാളുടെ ജീവിതത്തെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാലും നമുക്കറിയാൻ പറ്റും. വെറുതെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യും, നമ്മുടെ ഫ്രസ്ട്രേഷൻസ് എഴുതിയിടുന്നുണ്ട്. അപ്പോൾ ചോദിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾ പൈസ കൊടുത്ത് ചെയ്യുന്ന നെറ്റ് ഞങ്ങൾ റീചാർജ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളുടെ ഫോണിൽ കൂടെ ഞങ്ങൾ ടൈപ്പ് ചെയ്തിടുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കാൻ പാടില്ല. അതല്ല ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം. നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുമ്പോഴോ അത് യഥാർത്ഥ സ്വാതന്ത്ര്യമാവാം. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് ഈ നടു റോട്ടിൽ കൂടെ നടക്കണം, അതെൻ്റെ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയാണ്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു പയ്യൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടായിരിക്കാം എന്തോ, ആ പയ്യൻ രാവിലെ തന്നെ മദ്യം കഴിച്ചിട്ടുണ്ടാവാം, നമുക്ക് അത് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ ഓവർടേക്ക് ചെയ്ത് അങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആക്ഷനൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അവൻ മുമ്പിലേക്ക് പോയി, അവൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത്, നീ എന്താ ഈ രാവിലെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് കാണിക്കുന്നത് വെച്ച് പറഞ്ഞു, ഈ റോഡ് ഗവൺമെൻറ് റോഡാണ്, ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. രാവിലെ തന്നെയാണ് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നമ്മുടെ അവിടെ കണ്ടു നിന്നവർ നമ്മളോട് പറഞ്ഞു, അവനോട് അധികം സംസാരിക്കണ്ട, അവൻ ഓൾറെഡി 2-3 കേസ് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ജാമ്യത്തിൽ വന്നിരിക്കുന്നതാണ്, പ്രശ്നമാണ്. അപ്പം ഞാൻ പറയുന്നത്, അവൻ പറയുന്നത് എന്താ, ഇത് ഗവൺമെൻറ് റോഡ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ അവൻ നടു റോഡിൽ ഇഷ്ടമുള്ളത് ചെയ്തു, നമ്മുടെ വണ്ടി അവൻ്റെ പേരിൽ മുട്ടിയാലും എന്താണ് പ്രശ്നമായി. അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവുമ്പോൾ അത് യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ അപ്ലോഡ് ചെയ്ത് വിടുമ്പോൾ അത് ആ കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് കാണുന്ന ആളുകളെ എത്രത്തോളം ബാധിക്കുമെന്ന് ചിന്തിക്കണം. മലയാളിനെ പോലെ വൃത്തികെട്ട കമൻ്റ് ഇടുന്ന ആരുമില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ മലയാളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായി പറയുന്നത്. ഓരോ കമൻറ്റിൻ്റെ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ മലയാളത്തിൽ എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ അതെല്ലാം കമൻ്റായിട്ട് എഴുതുന്ന മലയാളി ആര് വായിക്കാനാണ് ഇത് എഴുതിയിടുന്നത്? നമ്മുടെ മക്കളും കൊച്ചുമക്കളും നമ്മുടെ തന്നെ വീട്ടിലുള്ളവരും ഒക്കെ ഈ ഓരോ കമൻറ്റ് വായിക്കുകയാണ്. ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ ദൈവവചനമൊന്നുമല്ല അതിൻ്റെ അടിയിൽ എഴുതി വിടുന്നത്. ദൈവവചനം വിടണമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മൾ എഴുതി വിടുന്ന കമൻറ്റ്, നമ്മൾ രേഖപ്പെടുത്തുന്ന നമ്മുടെ അഭിപ്രായം ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അർത്ഥമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. അപ്പം അത് എല്ലാവരും ഒന്ന് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളാരും ഇങ്ങനെ നിർബന്ധമായും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എനിക്ക് അവരുടെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടാറുള്ള ഒരാളല്ല. പക്ഷേ അവരുടെ ആ ഒരു ഭയങ്കരമായ മാനസികാവസ്ഥയിൽ ഈ അമൃത സുരേഷിൻ്റെ അനിയത്തി അഭിരാമി പോസ്റ്റ് ഇട്ട ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ സോഷ്യൽ മീഡിയ പറയുന്നതിനെക്കുറിച്ചോ
അല്ലെങ്കിൽ ഈ ലൈഫ് സോഷ്യലായിട്ടുള്ള ആളുകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫും വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് നിങ്ങൾ മുമ്പിലേക്ക് പോകും. നിങ്ങൾ അതിൽ തളരാൻ നിൽക്കണ്ട. പക്ഷെ അത് എത്ര പറഞ്ഞാലും നമ്മളെ സോഷ്യൽ മീഡിയ നമ്മളെ ആ ഒരു വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തൊലിക്കെട്ടി വരുമായിരിക്കും. പക്ഷെ ആദ്യം ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഓർക്കേണ്ടത് സോഷ്യൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ മീഡിയയ്ക്ക് അത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 1, 2, 3 ദിവസത്തെ ഒരു ന്യൂസ് മാത്രമാണ്. ആ ന്യൂസ് വാല്യൂ ആ 3 ദിവസം കഴിഞ്ഞ് ഒരു പുതിയ ന്യൂസ് കിട്ടുമ്പോൾ, വാല്യൂ ഉള്ള ഒരു പുതിയ ന്യൂസ് കിട്ടുമ്പോൾ, ജനം സ്വീകരിക്കുന്ന ഒരു പുതിയ ന്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ ന്യൂസ് വാല്യൂ കഴിഞ്ഞു. ആ വീഡിയോ പഴമയിലേക്ക് പുറന്തള്ളപ്പെട്ടു. പക്ഷേ ആ വീഡിയോ വന്നതിൻ്റെ പേരിൽ ഈ വ്യക്തിക്കുണ്ടായ മാനസിക ആഘാതം 3 ദിവസം കഴിയുമ്പോൾ തീർന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരായാലും അതുപോലെ ചില വീഡിയോസ് കണ്ടിട്ട് വെറുതെ ആ വീഡിയോ എടുത്ത് അടുത്തൊരു വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് 2-3 വീഡിയോസ് ചെയ്യുക. ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട ആളുകളും സാഹചര്യങ്ങളും അവിടെ ഉണ്ടല്ലോ. പോയി വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ഇതാണ് സത്യാവസ്ഥ എന്ന് പറയാൻ കഴിയാത്ത ഒരു വീഡിയോസും ചെയ്യാതിരിക്കുന്ന ഉത്തമമെന്ന് ഞാൻ പറയുള്ളൂ. എന്തിനാ നിങ്ങൾ അങ്ങനെ പൈസ ഉണ്ടാക്കണേ? എന്തിനാ അങ്ങനെ മറ്റുള്ളവരുടെ മാനം വിറ്റ് നിങ്ങൾ എന്തിനാ പൈസ ഉണ്ടാക്കണേ? ആ പൈസ കൊണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണേ? എനിക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ട്. ഞാൻ പ്രതിഷേധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ എൻ്റെ പ്രതിഷേധം ഇതാണ്, അത് ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മളിടുന്ന കമൻറ്റ് മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് കമൻറ്റ് വന്നിട്ടുള്ള പ്രശ്നമല്ല കേട്ടോ, പ്രശ്നമൊന്നും വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനും മറ്റുള്ളവരുടെ കമൻറ്റ് വായിക്കാറുണ്ട്. ഇപ്പോൾ അമൃത സുരേഷിൻ്റെ ലൈഫിൽ ഈ പാപ്പുവിൻ്റെ അച്ഛനുമായിട്ട് അവരുടെ ലൈഫിൽ എന്താ ഉണ്ടായെന്ന് അവരാണ് അനുഭവിച്ചത്. കമൻ്റ് ഇടുന്നവന് എന്ത് വേണമെങ്കിലും ഇടാം. അവരനുഭവിച്ച ലൈഫ് അവർക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിടത്ത് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടതാണ് അവരുടെ ഭാഗത്ത് അവർ ചെയ്ത ഒരു ഗ്രേറ്റ് തിങ് എന്ന് ഞാൻ പറയും. അത് ഓടി രക്ഷപ്പെടാൻ കാണിച്ച മനസ്സ്, അവിടെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അവരവിടെ നിന്ന് ആ കുട്ടിയുടെ ലൈഫിനെ ഓർത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് അവർ ആ കുട്ടീനെ തെരുവിൽ വലിച്ചെറിയോ അല്ലെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് തള്ളോ അമ്മത്തൊട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയൊന്നും ചെയ്തില്ലല്ലോ. അവരെന്നും ജോലിയെടുത്ത് ആ കുട്ടീനെ പോറ്റുകയാണ്. അപ്പോൾ അവരെന്ത് തെറ്റാ ചെയ്തേ? നമ്മൾ വെറുതെ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, ആ വ്യക്തി എന്തനുഭവിച്ചു എന്ന് മൂന്നാമത് നിൽക്കുന്ന എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്തിന് അതിന് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നു? ഞാൻ അതിൻ്റെ അടിയിൽ കണ്ട ഒരു കമൻ്റാണ് കേട്ടോ. എന്താ, മോളുടെ അച്ഛൻ്റെ നന്മ കുറച്ചു കാലം കഴിയുമ്പോൾ നീ തിരിച്ചറിയും. 12 വയസ്സായ ഒരു കുട്ടിക്ക് അച്ഛനെക്കുറിച്ച് സന്തോഷിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ? എനിക്ക് മനസ്സിലാവണം നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേന്ന്. ഈ 12 വർഷത്തിനിടയിൽ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ ഈ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ സ്നേഹം, അല്ലെങ്കിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന ആളെ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ള 12 ഇയേഴ്സ് ആ കുട്ടിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? പിന്നെ ഇത് വെറുതെ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിയിൽ പോയി കമൻറ്റിട്ട് നമ്മൾ അവരെ വിഷമിപ്പിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു ഗുണമില്ല. അപ്പോൾ ഞാനിത് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ഇത്രയൊരു കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഇടുന്ന കമൻറ്റ്, അതുപോലെ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ്, വെറുതെ പോപ്പുലറായ ഒരു വിഷയം എടുത്ത് നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാണ്. ഈ റിയാക്ഷൻ വീഡിയോസ് കഴിഞ്ഞ ദിവസം നമ്മുടെ അഹാന കൃഷ്ണയുടെ അനിയത്തി ഓസി കൃഷ്ണ, ആ കുട്ടി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ എന്തോ ജുവല്ലറി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയോ വീഡിയോ ചെയ്തിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ പബ്ലിക് ഫിഗേഴ്സിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് അവരെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വീഡിയോസ് ചെയ്തിട്ട് അതിൻ്റെ വ്യൂസ് കിട്ടി, എന്നിട്ട് ഈ ഓസി വന്നിട്ട് കരഞ്ഞിട്ടാണ് ഒരു വീഡിയോ അതിൻ്റെ ഇത് ചെയ്യുമ്പോൾ ആ കുട്ടി കരയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഞാനിവരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ബിസിനസ് അത് തകർക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നെഗറ്റീവായിട്ട് അടിച്ചില്ലാണ്ടാക്കാൻ പറ്റും ഒരു വീഡിയോയ്ക്ക്. അത്രമാത്രം എഫക്റ്റ് ചെലുത്താൻ പറ്റും. നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്, ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ തകർന്ന റോഡുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ചില PSC കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ജോലി കിട്ടാതെ കുറേ പേര് കറങ്ങി നടക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ല. ഇങ്ങനത്തെ ചെറിയ ആരുടെയെങ്കിലും ജീവിതത്തിൽ നടന്ന ഏതെങ്കിലും ചെറിയ കാര്യങ്ങളും എടുത്ത് അതിനെ വീഡിയോ
ആക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യൂസ് കിട്ടി, അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടി. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് നിങ്ങൾ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണീര് വരുത്താൻ ഇടവരുത്തിയിട്ടാണ് പബ്ലിക്കായിട്ട് അവരെ ഇങ്ങനെ നാറ്റിച്ച് ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നാളെ നിങ്ങളും ഇങ്ങനെ പബ്ലിക്കലി നാറേണ്ട അവസ്ഥ ദൈവം വരുത്തും. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ നമ്മുടെ ചെറിയ തലമുറ ഇതെല്ലാം കണ്ടും ഇതെല്ലാം വായിച്ചുമാണ് വളർന്നു വരുന്നത്. അപ്പോൾ നന്മയുടെ ഒരു ചെറിയ കാര്യമെങ്കിലും സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുകയാണെങ്കിൽ വലിയ നന്മയുള്ള ഒരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും. നന്മയുള്ള ഒരു ലോകം നമ്മളിലുണ്ട്. കാരണം നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ വയനാട് ദുരന്തം വന്നപ്പോഴും അങ്ങനത്തെ വളരെ കഷ്ടപ്പാടുകളിലൂടെ പോകുന്ന ദുരന്ത സമയത്തൊക്കെ നമ്മൾ ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്മയുള്ള ഒത്തിരി മുഖങ്ങളെ നമ്മളപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ നന്മകളെ ഇല്ലാതാക്കാൻ നമ്മുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് നന്മയുള്ള ഒരു കാര്യമാണെങ്കിൽ, നന്മയുടെ ഒരു ചെറിയ വിത്താണെങ്കിൽ അത് നാളെ നന്മയുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കും. അപ്പോൾ എല്ലാവരും നന്മ നിറഞ്ഞ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നല്ല ഒരു ഭാവി അല്ലെങ്കിൽ നന്മയുള്ള ഒരു സമൂഹ ഭാവി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും, നമ്മുടെ അടുത്ത തലമുറയ്ക്കും, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിനും, നമ്മൾ ഓൾ വേൾഡിൽ ആയിരിക്കുന്ന നമ്മുടെ മലയാളി സമൂഹത്തിനും അത് ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ബൈ.